وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, കൊറൻസിയ ആർട്ട് കലയുടെ ഈ പ്രൗഢമായ വേദി ജാതി മത വർഗ വൈജാത്യമന്യേ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമായ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് മാധ്യമങ്ങൾ. പ്രാദേശിക തലത്തിലും ആഗോള തലത്തിലും മാധ്യമങ്ങൾ മനുഷ്യന്റെ പൊതുബോധത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തനം മറ്റു പല തൊഴിലിനേക്കാളും കൃത്യതയോടെയും വ്യക്തതയോടെയും വിശ്വാസയോഗ്യമാകേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമുള്ളതാണ്. അധാർമികതയും അരാജകത്വവും അരങ്ങുവായുമ്പോൾ തിരുത്തലുകൾക്ക് വായി തുറക്കുന്നത് മാധ്യമങ്ങളുടെ ധീരമായ ഇടപെടലുകളാണ്. സാക്ഷരതയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൊച്ചു കേരളത്തിലെ പ്രബുദ്ധരായ മലയാളിയുടെ പൊതുബോധം പോലും നിയന്ത്രിക്കപ്പെടുന്നു എന്ന് വരുന്നത് മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാപട്യമാണ് പ്രകടമാക്കുന്നത്. കേരളത്തിനപ്പുറം ആഗോളതലത്തിൽ തന്നെ മനുഷ്യന്റെ പൊതുബോധം സാമ്രാജ്യത്വ ശക്തികളും കോർപ്പറേറ്റ് ഭീമന്മാരും മാധ്യമങ്ങളും രൂപപ്പെടുത്തുന്ന കാലത്ത് കേരളത്തിന് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ കഴിയില്ല എന്നത് ശരിയാണ്. പക്ഷേ മാധ്യമ വാർത്തയിലെ നെല്ലും പതിരും മലയാളിക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. മാധ്യമങ്ങൾ പറയുന്നതെന്തും അപ്പാടെ വിയങ്ങുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് എന്തും പടച്ചുവിടാമെന്ന ധാരണ മാധ്യമങ്ങൾക്കുണ്ടായത്. ഈ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനം നാം അറിഞ്ഞതാണ്. ആ സമയത്ത് മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന ഒരു മാധ്യമം ഹമാസുമായി സ്ഫോടനത്തെ ബന്ധിപ്പിക്കുകയും വാർത്തകൾ പടച്ചുവിടുകയും ചെയ്തു. അതിന്റെ പേരിൽ 2 മുസ്ലിം യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒന്നോർത്തു നോക്കൂ, ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തി കുറ്റം ഏറ്റെടുത്ത് പരസ്യമായ ഒരു വീഡിയോ പുറത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ആ ചെറുപ്പക്കാരുടെ മേൽ ആ കുറ്റം അടിച്ചേൽപ്പിക്കുമായിരുന്നു. മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ മുസ്ലിം വിരുദ്ധതയും തീവ്രവാദ ആരോപണവും പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ സമൂഹങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സമീപകാലത്ത് നാം ചർച്ച ചെയ്ത പല വിഷയങ്ങളിലും ഈ പൊതുബോധ നിർമ്മിതി വളരെ വ്യക്തമാണ്. ആഗോളതലത്തിൽ അമേരിക്ക രാസായുധങ്ങൾ ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ച് ഇറാഖിനെയും തീവ്രവാദത്തിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനെയും മുച്ചോട് നശിപ്പിക്കണമെന്ന് ഉന്നയിച്ച കാരണങ്ങളെ പൊതുബോധമായി സ്വീകരിച്ച ലോകം രാസായുധം ഇറാഖിൽ ഉണ്ടായിരുന്നില്ലെന്ന യാഥാർത്ഥ്യവും തീവ്രവാദത്തിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാൻ ഇരയാകുകയായിരുന്നെന്ന യാഥാർത്ഥ്യവും പുറത്തു വന്നപ്പോൾ പോലും അമേരിക്ക മാധ്യമങ്ങളിൽ പഠിച്ചെടുത്ത പൊതുബോധത്തെ ഈ യാഥാർത്ഥ്യങ്ങൾക്ക് പൊളിച്ചെഴുതാൻ ശേഷിയുണ്ടായിരുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ജനാധിപത്യത്തിന്റെ കാര്യക്ഷമവും ശരിയായ പ്രവർത്തനത്തിനും മാധ്യമങ്ങളുടെ പങ്ക് നിർണായകമാണ്. അതിനാലാണ് മാധ്യമങ്ങളുടെ ജനാധിപത്യത്തിലുള്ള 4ാം തൂണായി മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായും ധീരമായും ചെയ്യുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോടും ബഹുമാനമേയുള്ളൂ. എന്നാൽ വസ്തുതയ്ക്ക് നിരക്കാത്ത മാധ്യമ പ്രവർത്തനം വിപണി കേന്ദ്രീകൃതം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വ്യാജവാർത്ത നിരന്തരം കൊടുത്ത് മാധ്യമ പ്രവർത്തകൻ വിപണിയിലെ ഏറ്റവും വില കുറഞ്ഞ എടുക്കാച്ചരക്കാകരുത്. ശരി പറയാനാണ് മാധ്യമങ്ങൾ എന്തെങ്കിലും പകരം മാധ്യമങ്ങൾ പറയുന്നതാണ് ശരി എന്നൊരു പൊതുബോധം വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്.
വാർത്തയിലെ തെറ്റും ശരിയും മനസ്സിലാക്കി വ്യക്തമായ അവബോധം നാം ഉണ്ടാക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.